ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കില്ലേ നല്ലൊരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ. നല്ലൊരു കിഡിലൻ ഐറ്റാട്ടോ. ഇത് ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേരാണ് മെനമൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് 3 മുട്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഡബിൾ എടുക്കാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു പാനിലാണ് നമ്മളെല്ലാ സംഭവം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലോ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 4 തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിന് ശേഷം മൂടി തുറന്നിട്ട് അത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക ആ ഒരു തക്കാളി. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ മൊത്തം 10 മിനിറ്റ് നമ്മൾ ഈ തക്കാളി വേവിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഈ ഒരു തക്കാളി മാറ്റി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ആ തക്കാളിൻ്റെ ആ ഒരു ചൂട് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഒരു ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അതിന് ശേഷം ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് തക്കാളിയിലുള്ള ഈ ഒരു തോലുണ്ടല്ലോ അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ 4 തക്കാളിയിലെയും തോലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്പൂണിൻ്റെ കയ്യിലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല വെള്ളം പോലെ കിട്ടട്ടെ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിക്കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം ഇല്ലേ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാലില്ല ഇതെന്തായാലും റിപ്പീറ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം നല്ല ടേസ്റ്റി ഉള്ളൊരു സാധനം കേട്ടോ ഇത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവേനോ, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിൻ്റെ പകുതിയാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളും ചുറ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട ഒരു പകുതിയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് ചുറ്റുമായിട്ട് തന്നെ ഇതുപോലെ പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റിനെ ബാധിക്കുന്ന കേസേ അല്ല, അപ്പം കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള് ഒറിഗാനോയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാട്ടോ അത് കഴിക്കുമ്പോൾ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി നന്നായിട്ട് കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ കുറുക്കിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മെനമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടുള്ള പൊറോട്ടൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തി ബ്രെഡ് അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.